ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ ഒത്തുചേർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ദൈവകൽപ്പന അനുസരിച്ച് മകൻ ഇസ്മയിലിനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങിയ ഇബ്രാഹിം നബിക്ക് മുന്നിൽ മകന് പകരം ആടിനെ ബലി നൽകാൻ അല്ലാഹു നിർദ്ദേശിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ. സ്രഷ്ടാവിനായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ ത്യാഗത്തിന്റെ സ്മരണയിലാണ് ഇസ്ലാം മത വിശ്വാസികൾ. അഗ്നിപരീക്ഷണങ്ങളെ വിശ്വാസ ദൃഢത കൊണ്ട് ജയിക്കാമെന്ന സന്ദേശം കൂടി ബലിപെരുന്നാൾ പകർന്നു നൽകുന്നു. തനിക്കുള്ളത് ഉപേക്ഷിക്കുക, കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നൽകുക, പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് പെരുന്നാൾ ആഘോഷം. ഇതിന്റെ ഭാഗമായി ബലിയറുക്കുന്ന മൃഗത്തിന്റെ മാംസം 3ആയി വിഭജിച്ച് ഒരു പങ്ക് സ്വന്തമായി എടുക്കും. ഒരംശം ബന്ധുമിത്രാദികൾക്കും ബാക്കി പാവപ്പെട്ടവർക്കുമായി നൽകുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒത്തുചേർന്ന വിശ്വാസികൾ പരസ്പരം ആശ്ലേഷിച്ച് ആശംസകൾ കൈമാറി. പുതുവസ്ത്രങ്ങൾ ധരിച്ചും ഒത്തുചേർന്നും സൗഹൃദം പങ്കുവച്ചും പ്രാർത്ഥനാനിരതമായ ഈ ദിവസം സമ്പന്നമാക്കുകയാണ് വിശ്വാസികൾ. മൈലാഞ്ചിയിട്ടും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും കുടുംബാംഗങ്ങൾക്കിടയിലെ സ്നേഹബന്ധങ്ങൾ ദൃഢമാക്കിയും പെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിലാണ് നാട്. ഒപ്പം കരുതലിന്റെയും മതമൈത്രിയുടെയും സന്ദേശങ്ങൾ പകർന്നു നൽകുക കൂടി ചെയ്യുന്നു.